ഇപ്പോൾ ആഴിമലയിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ 9:30 വരെ പൊതുജനങ്ങൾക്കും കമ്മീഷനിങ് അടക്കമുള്ള സൗകര്യങ്ങൾ കാണുന്നതിനൊക്കെയുള്ള പ്രയോജനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണോ അവിടെ? രോഹിണി, പ്രജിത്ത് പറഞ്ഞു നിർത്തിയിടത്ത് നിന്നാണ് നമുക്ക് തുടങ്ങാൻ സാധിക്കുക. കാരണം രാജ്യത്തിന്റെ വികസന കുതിപ്പിലേക്ക് വിഴിഞ്ഞത്തിന്റെ മുഖം മാറാനുള്ള നിമിഷങ്ങളിനെ മണിക്കൂറുകൾ മാത്രമാണ്. ആ മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ രാജ്യം വികസന ഭാരതമായി മാറുന്ന അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരതമായി മാറുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും. എൻ്റെ പുറകിൽ കാണുന്ന ഇപ്പോൾ ഞാൻ ആഴിമല ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള ഈ കടൽ തീരത്തിന് അരികിലാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് പുറകിലായി ഇപ്പോൾ തന്നെ ചില ബോട്ടുകൾ, കപ്പലുകളൊക്കെ തന്നെ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതിന് പിന്നാലെ നമുക്ക് അറിയാൻ സാധിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ തലസ്ഥാന നഗരിയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ രാജ്ഭവനിലാണ് ഉള്ളത്. അവിടെ നിന്നും 9:45 അദ്ദേഹം റോഡ് മാർഗം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്ക് പോകും. അവിടെ നിന്നാണ് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ഈ വിഴിഞ്ഞത്തേക്ക് എത്തുക. ഇവിടെ മുഖ്യമന്ത്രിയും ഗവർണറും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടാകും. അതിനുശേഷം അദ്ദേഹം നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുറമുഖം പൂർണ്ണമായും അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം കാണുന്നുണ്ടാകും. അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിനു ശേഷമായിരിക്കും അദ്ദേഹം കമ്മീഷൻ നടപടിയിലേക്ക് പോവുക. അതിനുശേഷം അദ്ദേഹം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടാകും. ആ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരിക്കും ഈ രാജ്യത്തിന്റെ വികസനങ്ങളെ പറ്റി അദ്ദേഹം ഈ രാജ്യത്തെ ജനതയോട് പറയുക. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈയിലും ബാംഗ്ലൂരും കൊൽക്കട്ടയും ഒക്കെയുള്ള സീപോർട്ടുകളെയൊക്കെ തന്നെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് സാഗർമാല പദ്ധതി പ്രകാരം കേരളത്തിലും ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു തുറമുഖ പദ്ധതിക്ക് സാഗർമാല പദ്ധതി പ്രകാരം കേരളത്തിൽ തുടക്കം കുറിക്കുന്നു. 10 വർഷം കൊണ്ട് അതിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് അത് നാടിനായി സമർപ്പിക്കുന്നു. ലോകത്തെ എമ്പാടുമുള്ള വികസനത്തിന്റെ കുതിപ്പ് അത് പല തരത്തിലാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും തന്നെ വലിയ അവസരങ്ങൾ നൽകുന്ന വികസന കുതിപ്പിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്നതാണ്. നേരത്തെ പ്രജിത്ത് വിനീഷും ഒക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴക്കൂട്ട മുതൽ ബാലരാമപുരം നെയ്യാറ്റിൻകര വരെയുള്ള പ്രദേശം ഇനി നഗരമായി അങ്ങ് മാറാൻ പോവുകയാണ്. നേരത്തെ തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ മാത്രമായിരുന്നു, ഒരു നഗര കേന്ദ്രീകൃതമായി ഉണ്ടായിരുന്നത്. എന്നാൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ തന്നെ ഏകദേശം ആ തിരുവനന്തപുരത്തിന്റെ പൂർണ്ണമായ ഒരു പ്രദേശം മുഴുവൻ, അതായത് കഴക്കൂട്ടം, നേമം, അതുപോലെ തന്നെ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പാറശാല, ബാലരാമപുരം, കാട്ടാക്കട, ഇങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി അനുബന്ധമായിട്ടുള്ള വികസനത്തിന്റെ ഭാഗമായി ചേരുന്നുണ്ട്. കാരണം റിംഗ് റോഡ് പദ്ധതികൾ, അതുപോലെ തന്നെ റെയിൽവേ പദ്ധതികൾ, മറ്റു ഈ കണ്ടെയ്നർ ഷിപ്പുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്താൻ സാധിക്കുന്നത്, അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ വികസനം എന്ന ഒറ്റ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ, ഞാൻ നേരത്തെ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചതാണ്, ഏറ്റവും കൂടുതൽ ഹൈവേ പ്രോജക്റ്റുകൾ, ഹൈവേ മാർഗം ഹൈവേ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലാണ്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ നവീകരിക്കപ്പെട്ട സീപോർട്ടുകളുടെ എണ്ണത്തിൻ്റെ ഉണ്ടായ വർധനവ്, അങ്ങനെ പറഞ്ഞാലും എണ്ണിയാലും തീരാത്ത വികസനത്തിന്റെ കുതിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഈ രാജ്യത്തിനായി സമർപ്പിക്കുക. എനിക്കും രോഹിണിക്കും മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിലെ തന്നെ ഒരു മദർഷിപ്പ്, കേരളത്തിന് മുമ്പിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മദർഷിപ്പ് കേരളത്തിൽ അത് രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ സമർപ്പിക്കുന്നു. മലയാളി എന്ന നിലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക്. കാരണം അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മൾ തിരുവനന്തപുരത്തുകാർക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു വികസനത്തിൻ്റെ വലിയ ഒരു പൊൻപ്രഭ, ഇന്ന് ഉദിച്ചുയർന്ന ഈ സൂര്യൻ, എനിക്ക് മുകളിൽ പൊൻകിരണങ്ങൾ ഉയർന്നു വരുന്ന ഈ സൂര്യൻ ഇന്ന് വികസനത്തിൻ്റെ സൂര്യോദയം ാണ്. എത്ര ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അയൽ രാജ്യങ്ങളൊക്കെ തന്നെ, ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ നിന്നാൽ പോലും ഈ രാജ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ രാജ്യത്തിൻ്റെ സ്വത്വബോധം, ഈ രാജ്യത്തിൻ്റെ ആത്മസമർപ്പണം എല്ലാം ചേർത്തുപിടിക്കാൻ കഴിയുന്ന ഒരു വികസന അജണ്ടയുണ്ട് നമുക്ക്. അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്കാരം കൂടിയുണ്ട് നമ്മുടെ ഭാരതത്തിന് എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ തുറമുഖ സമർപ്പണത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പമാണ് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ജില്ല ഇന്ന് പൂർണ്ണമായ
സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ്. വിഴിഞ്ഞമാകട്ടെ വിഴിഞ്ഞം ഈ പ്രദേശം മുഴുവൻ ഇന്ന് SPGയുടെ സുരക്ഷാ ക്രമീകരണത്തിലാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രസേനയുണ്ട്, CRPFകാരുണ്ട്, അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ തന്നെ പ്രത്യേക നിരീക്ഷണമുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ, ഈ രാജ്യത്തിൻ്റെ മാതൃകയാകുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന വിഴിഞ്ഞം സമർപ്പിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഇവിടെ ഈ കടൽ തീരത്ത് നേരത്തെ ചെറുവള്ളങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾക്കാരൊക്കെ തന്നെ ഇവിടുത്തെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നതാണ്, ഉപജീവന മാർഗം നടത്തുന്ന ഒരു പ്രദേശമാണ്. ചിപ്പിയും അതുപോലെ തന്നെ ചെറുമീനുകളും ചെറുവള്ളങ്ങളും ഒക്കെ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി ജീവിച്ചു പോകുന്ന സാധാരണക്കാരുള്ള ഒരു പ്രദേശമാണ്. അവിടെ അവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി അവരെ സുരക്ഷാ ക്രമീകരണം, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചില സിംബലുകൾ ഈ കടലിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് അപ്പുറത്തേക്കായി ബോട്ടുകളും അതുപോലെ തന്നെ നാവികസേനയുടെ ഒക്കെ തന്നെ ബോട്ടുകളും ഒക്കെ തന്നെ കടലിന് ഉള്ളിൽ നിൽക്കുന്നതുമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതീവ സുരക്ഷയ്ക്ക് നടുവിലാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്രയായി മാറാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പ്രജിത്തും വിനീഷും ടിൻഡുവും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാവർക്കും തന്നെ തൊഴിലവസരങ്ങൾ നൽകുന്ന, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ GDPയിൽ വലിയ വർധനവുണ്ടാകുന്ന, സാമ്പത്തിക ശേഷിയിൽ വലിയ വർധനവുണ്ടാകുന്ന ഒക്കെയുള്ള ഒരു പദ്ധതിക്ക് അല്പസമയത്തിനകം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിന് തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആരാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവകാശികൾ എന്ന നിലയ്ക്ക് വലിയ അവകാശവാദങ്ങൾ, രാഷ്ട്രീയ പോരുകൾ, വാക്പോരുകളൊക്കെ തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ചില ഭരണപ്രതിപക്ഷ മുന്നണികളുടെ ഒക്കെ തന്നെ അണികളും നേതാക്കളുമെല്ലാം ഒരുപോലെ തന്നെ ആ രാഷ്ട്രീയ പോരിന് തുടക്കം കുറിക്കുന്നുണ്ട്. അവർ ആ അവകാശവാദങ്ങളും എല്ലാമായി മുന്നോട്ട് പോകുന്നുണ്ട്. 1991 കരുണാകരൻ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് മാറി മാറി വന്ന എല്ലാ മന്ത്രിസഭയിലും, കരുണാകരൻ മന്ത്രിസഭയ്ക്ക് ശേഷം ആന്റണി സർക്കാരായാലും അതിനുശേഷം വന്ന അച്യുതമേനോൻ സർക്കാരായാലും പിന്നെ നായനാർ സർക്കാരായാലും AK ആന്റണി സർക്കാരായാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും ഏറ്റവും അവസാനം 10 വർഷക്കാലത്തെ പിണറായി സർക്കാരായാലും ഈ കാലയളവിലുള്ള എല്ലാ തുറമുഖ വകുപ്പ് മന്ത്രിമാരായാലും NVR ആയാലും അതിനുശേഷം വന്ന കടന്നപ്പള്ളി ആയാലും അംഹർ ദേവർകോവിലായാലും ഇപ്പോഴുള്ള വാസവനായാലും എല്ലാ തുറമുഖ വകുപ്പ് മന്ത്രിമാരുടെയും ഒക്കെ തന്നെ ഇടപെടലുണ്ട്. അതിനോടൊപ്പം ചേർത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനമുണ്ട് ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അകമഴിഞ്ഞുള്ള സപ്പോർട്ടും സഹായവും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നേരത്തെ നമ്മളോട് സംസാരിച്ച മുള്ളൂരിൻ്റെ സമരത്തിൽ പങ്കാളിയായിരുന്ന നേരത്തെ നമ്മളോട് സംസാരിച്ച ജനപ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ 65 വർഷക്കാലം സ്വതന്ത്രാനന്തര ഭാരതം 65 വർഷക്കാലം ഈ നാട്ടിൽ ജനതാദളും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ കോൺഗ്രസിന് പിന്തുണ നൽകിയ CPM എല്ലാവരും ഭരിച്ചു. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യത്തുണ്ടായ വികസനങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ച് ഈ അവകാശവാദങ്ങൾ എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വികസനത്തെ ചേർത്തു പിടിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാന സേവകന് സാധിക്കുന്നു, രാജ്യത്തിന് സാധിക്കുന്നു, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കും രോഹിണിക്കും ഓരോ മലയാളിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോ തിരുവനന്തപുരത്തുകാരനും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന് മാതൃകയാകുന്ന, രാജ്യത്തിന് അഭിമാനമായി മാറുന്ന ഒരു തുറമുഖ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. ഒരു തുറമുഖ പദ്ധതി അത് എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യത്തിലാണ്. രാഷ്ട്രീയം മറന്ന്, കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന്, ജാതിമത വർഗവർണ്ണങ്ങൾ മറന്ന് ആ വികസനത്തെ ചേർത്തു പിടിക്കുന്ന മലയാളിയുടെ മനസ്സാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ സാധിക്കുന്നത്. രോഹിണി, എന്തായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇനി മണിക്കൂറുകൾ കൂടി കഴിയുന്ന സമയത്ത് ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്, ഇത് ആത്മനിർഭർ ഭാരതമാണ്, ഇത് വികസിതമായ ഭാരതമാണ്, ഇത് സ്വയം പര്യാപ്തതയുടെ ഭാരതമാണ്. നിങ്ങൾ എന്തൊക്കെ ആക്രമിച്ചാലും അതിനെല്ലാം അതിജീവിച്ച് മുന്നേറുന്ന ഭാരതമാണ് എന്ന് അല്പസമയം കൂടി കഴിയുമ്പോൾ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ വികസിത ഭാരതമാണ്, ഞങ്ങൾ സംഘടിതമായ ഭാരതമാണ് എന്ന് അല്പസമയം കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി ലോകത്തോട് ഉറക്കെ പറയും. അതിന് സാക്ഷി ഈ സാഗരമാണ്, ഈ അറബിക്കടലാണ് എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രോഹിണി.